കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭ അലങ്കാരമൊക്കെ കഴിഞ്ഞു. പഞ്ചഗവ്യവും നവകാടലൊക്കെ കഴിഞ്ഞ് വളരെ നല്ല സമയമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ? അമ്പാടിയിലെ ഏതെങ്കിലും രൂപമാണോ അതോ മറ്റേതെങ്കിലും ദേവന്മാരുടെയൊക്കെ രൂപത്തിലാണോ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ ആ ഗരുഡനെയും അതേപോലെ കുചേലനെയൊക്കെ കണ്ട് നമുക്കങ്ങനെ വരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും കേശവൻ്റെ 2 കൊമ്പുകളും അതിന് നടുക്കായിട്ട് ആ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറാം. വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കെടാവിളക്കൊക്കെ കണ്ട് തൊഴുത് വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. ആകെ പ്രകാശം ഇങ്ങനെ സ്വർണത്തിൻ്റെ വിളക്കും വെള്ളിയിലെ വിളക്കിലൊക്കെ ഇങ്ങനെ ദീപം ഇങ്ങനെ നിറഞ്ഞ് കത്തുകയാണ്. ശ്രീലകത്ത് നെയ്യ് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ആ ഒരു കാഴ്ച എന്താ മനോഹര. അങ്ങനെ നോക്കി വരുമ്പോൾ നമ്മൾ ഇന്ന് കാണാനുള്ളത് താമര കാണാണ്ട് നല്ല വലിയൊരു താമര ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കതാ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണുന്നു. കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ പട്ടുകോണകമൊക്കെ ഞൊറിഞ്ഞു കൊടുത്ത് അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തി അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാണ്ട് തോൾവളകൾ കാണാണ്ട് കയ്യിൽ പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ച് വേണുഗാനം പൊഴിക്കുകയാണ്. അപ്പോൾ ആ മാറത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കഴുത്തിൽ ഒരു മുല്ലമൊട്ടുമാലയും ഒരു വളയം പോലത്തെ മാലയുണ്ട്. അതിന് നടുക്കായിട്ട് ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുമുഖം ഇങ്ങനെ നല്ല പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെയും ആ തിരുനെറ്റിയിലും ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ വേലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. തിരുമുടിമാല 3 തിരുമുടിമാല ഉണ്ട്. 3ഉം വെറൈറ്റി ആയിട്ട്, അതായത് ഒരു വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള ഒന്ന്, പിന്നെ ഒരെണ്ണം വെറും വെളുത്ത പൂവ് മാത്രം, പിന്നെ വെളുത്ത പൂവും തെച്ചിയും തുളസിയും കൂടി ഉള്ളത്. അങ്ങനെ നല്ല രസമായിട്ട് കാഴ്ച, നല്ല ഇങ്ങനെ അത് തെളിഞ്ഞ് കാണാണ്ട്. അതേപോലെ തന്നെ വലിയ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ ഒരു വനമാല പോലെ ആണ്. തെച്ചിയും തുളസിയും സമമായിട്ട് ഇങ്ങനെ ഒരേ അനുപാതത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഒരു ഉണ്ടമാലയാണ്. 3 വനമാലയും 3 തിരുമുടിമാലയും. അങ്ങനെ നല്ല രസമായിട്ടുള്ള കാഴ്ച. പൊന്നോടക്കുഴലിങ്ങനെ വായിക്കുകയാണ്. ആ താമര പൂവിൽ നിന്നിട്ട് കാല് പിണച്ച് വെച്ച് ആ താമരപ്പൂവിൽ ഇങ്ങനെ നിന്ന് ആ ഉണ്ണി ആ വേണുഗാനം പൊഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചോളൂ. അപ്പോൾ നമ്മൾ മനസ്സിലങ്ങനെ അവിടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്നങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ അങ്ങനെ കാണുക മനക്കണ്ണിൽ ആ താമരക്കണ്ണനെ അങ്ങനെ കാണുക. അപ്പോൾ മനക്കണ്ണിൽ ഇങ്ങനെ കാണുമ്പോൾ ആ ഗുരുവായൂരിൽ പോയിട്ട് ദർശനം കിട്ടിയ ആ ഒരു പ്രതീതി ഉണ്ടാവും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് തൊഴുതോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ ആലിലക്കണ്ണനെ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കി ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്നാൽ താമരക്കണ്ണനെ കണ്ട് തൊഴാം. ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്നാൽ സപ്തമാതാക്കളെ കണ്ട് തൊഴാട്ടോ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ നേരെ ഗണേശനെ കാണാം.
ഗണേശൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ ഒന്ന് തൊട്ട് തലോടാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെയും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നരസിംഹാവതാരം കാണാം. ഉഗ്രരൂപിയായ നരസിംഹാവതാരം അങ്ങനെ കണ്ട് തൊഴുത് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എത്തുക. ഹനുമാൻ സ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപിയും അതേപോലെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ വെയിലിലിങ്ങനെ തിളങ്ങണ കാണാം നമ്മളെ കൊടിമരം. അങ്ങനെ അതേപോലെ നെത്താറയിലും ആ മണിക്കിണറുമൊക്കെ നോക്കി തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഇനി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഇപ്പോൾ ഭഗവതിയുടെ പിള്ളേര് താലപ്പൊലിയൊക്കെ ആവാരായി. അവിടെയും വളരെ സന്തോഷമായിരിക്കുന്ന സമയമായി തുടങ്ങി. അങ്ങനെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ മുന്നിലെത്തിയിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് പോന്ന് ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുക. എന്നിട്ട് മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടുന്ന പോലെ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരത്തെ ദർശനം നമുക്ക് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും തൊഴാം. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് താമരക്കണ്ണനെ കാല് പണച്ച് വെച്ചിട്ട് താമരയിൽ നിൽക്കുന്ന പൊന്നോടക്കുഴൽ വായിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും കൊടിമരത്തിൻ്റെ അവിടുന്ന് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. കൂത്ത് നടക്കുന്നുണ്ട്, ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. കൂത്തൊക്കെ കണ്ട് അവിടുന്ന് ഇങ്ങനെ വന്ന് നമ്മൾ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അങ്ങനെ അവിടുന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വരിക. അങ്ങനെ വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കാളിയമർദ്ദന രൂപിയെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ട് കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഭഗവതി നടയിലും
കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്കും നോക്കി തൊഴുത് തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മൾക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനിയിപ്പോൾ നാളെയാണ് വീണ്ടും ഡോക്ടറെ കാണാൻ പോകാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാളെ പോകണം. അതിന് ശേഷം വിവരങ്ങൾ പറയാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.